ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപനും മലങ്കര സഭയുടെ അഭിമാനമായ പഴയ സെമിനാരിയുടെ വൈസ് പ്രസിഡന്റും സെന്റ് തോമസ് വൈദിക സംഘത്തിന്റെ പ്രസിഡന്റും അങ്ങനെ വിവിധ നിലകളിൽ മലങ്കര സഭയ്ക്ക് സ്ഥിരമായ നേതൃത്വം കൊടുക്കുന്ന, ആത്മീയ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ ഗുരുവും കൂടിയായ അഭിനന്ദനായ ഡോക്ടർ തിമോത്തിയോസ് തിരുമേനി, മറ്റ് നമ്മുടെ സഭാസ്ഥാനികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വൈദിക ശ്രേഷ്ഠർ, വിശ്വാസ സമൂഹമേ, ഏറ്റവും ചുരുക്കി പറയേണ്ടത് കൊണ്ട് അങ്ങനെ സംബോധന ഒതുക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ റാലിയുടെ ഒരു ഭാഗമായി തീരുവാനും ഈ നടക്കുന്ന കാര്യങ്ങൾ കാണുവാനുമാണ് ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷേ കളക്ടർ വരാഞ്ഞത് കൊണ്ട് മുഖ്യ സന്ദേശം പറയണമെന്ന് പറഞ്ഞു, ഒപ്പം തന്നെ അത് ചുരുക്കി പറയണമെന്നും ഉള്ളൊരു നിർദ്ദേശവും കൂടെ വന്നിട്ടുണ്ട്. ഉച്ച സമയമാണ്. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. തിരുമനസ്സുകൊണ്ട് വളരെ മനോഹരമായി ഒരു ചരിത്ര പാരമ്പര്യം നമുക്ക് നൽകി വെൺമണി പള്ളി മലങ്കര സഭയ്ക്ക് ചെയ്തിട്ടുള്ള ഈ പ്രദേശം തദ്വാര ചെങ്ങന്നൂർ ഭദ്രാസനം ഏത് വിധത്തിലാണ് മലങ്കര സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾക്കാണ് നാം കൂടുന്നത് എന്ന് തിരുമനസ്സ് ഓർമ്മിപ്പിച്ചു. അതിന്റെ ഒരു സന്ദേശ യാത്രയാണ് നാം തിരുവാങ്കോട് നിന്ന് ആരംഭിച്ചത്. ഇന്ന് അതിന്റെ 5ാമത്തെ ദിവസത്തിലേക്ക്, മധ്യാഹ്നത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യാത്ര ഓരോ ഭദ്രാസനങ്ങളും കടന്നു വരുമ്പോഴും അതിന്റെ ശക്തി വളരെ 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 കൂടിക്കൊണ്ടിരിക്കുക. താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ ചെങ്ങന്നൂർ ഭദ്രാസനം നൽകിയ സ്വീകരണം മറ്റേതിനേക്കാളും താഴെയായിരുന്നില്ല എന്നും വെൺമണിപ്പള്ളിയിലെ റബ്ബാച്ചൻ എന്നോട് പറയായിരുന്നു. എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഫിലിപ്പോസ് റബ്ബാച്ചൻ, രാജസ്ഥാൻ ജ്യോതിസ് ആശ്രമത്തിന്റെ മാനേജരും അഹമ്മദാബാദ് ഭദ്രാസനം, ഞാൻ അതിന്റെ മെത്രാപ്പോലീത്തയായിരുന്നു. ആ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവരും ഇപ്പോഴും ആ സ്നേഹബന്ധം നിലനിർത്തുന്ന അദ്ദേഹത്തെ റംബാച്ചനാക്കിയതും ഒക്കെ ദൈവത്തിന്റെ കൃപയാൽ കൈവപ്പ് നൽകുവാൻ എനിക്ക് സാധിച്ചു. റംബാച്ചൻ എന്നോട് പറഞ്ഞു, ഈ വെൺമണിപ്പള്ളി നൽകിയ സ്വീകരണം ഈ ഉച്ച നേരത്ത് ഇത്രയും ആളുകൾ ഇത്ര ശക്തമായിട്ട് എല്ലാ വിധത്തിലും ഈ സ്വീകരണം നൽകി എന്നുള്ളതും പറഞ്ഞു. അതിനെ ഈ ജാഥ, ഈ റാലി സംഘത്തിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ മുതൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാവ തിരുമേനി വരെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢരായിരിക്കുന്ന ആ വലിയ പാരമ്പര്യത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ 2000-ഓളം വർഷം സംരക്ഷിച്ച നമ്മുടെ പൂർവസൂരികളായ എല്ലാ പിതാക്കന്മാരെയും ഈ സമയത്ത് ഓർക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. ഈ സന്ദേശ റാലി അവരുടെ മധ്യസ്ഥത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആദ്യമേ ഓർപ്പിക്കുകയും അവരുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങളുടെ മുൻപിൽ നമുക്ക് പൂർണ്ണമായും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം. ഇന്ന് നമ്മെ ഭാഗ്യമോടെ വാണരുളുന്ന ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് ദേവലോകത്ത് ഇരുന്നും മറ്റത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഓരോ നിമിഷവും ഈ റാലിയെ കുറിച്ചും നടക്കാനിരിക്കുന്ന സമ്മേളനത്തെ കുറിച്ചും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും വളരെ ദൈവികമായ പദ്ധതിയോടെ അതിനെ നോക്കിക്കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ വിശുദ്ധ ബാവ തിരുമേനിയുടെ ആശംസകൾ ഈ സമയത്ത് ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തിരുമേനി ഓരോ കാര്യത്തിൽ ഓരോരുത്തരും വന്ന് എന്റെ ജനത്തെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം മറ്റൊരുപാട് ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാനാണ്. ഈ വെള്ളം ചവിട്ട് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. ഓരോന്നും ഒന്ന് ചവിട്ടി താഴ്ത്തുമ്പോൾ അടുത്തത് നമ്മുടെ നെഞ്ചിലേക്കാണ് ഉയരുന്നത്. അത് ചവിട്ടി ചവിട്ടി താഴ്ത്തിയാണ് മലങ്കര സഭ ഇന്നേ വരെ നിലനിന്നിട്ടുള്ളത്. മലങ്കര മെത്രാപ്പോലീത്തന്മാർ ഓരോ കാലത്തും
അവരുടെ നേരെ ഉയർന്നിട്ടുള്ള ആ ശബ്ദങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിനയാന്വിതരായിട്ട് അതിനെ അതിജീവിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് മലങ്കര സഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അഭിനന്ദനായ തീമോത്തിയോസ് സാബുൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കരുത്. അതാണ് എനിക്കും ഈ സമയത്ത് ആവർത്തിക്കാനുള്ളത്. മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവര് കുറച്ചു പേരുണ്ടെന്ന് അവർ നടിക്കും. ഇന്നും ഞാൻ കണ്ടു മലങ്കര മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനം ചിലരൊക്കെ പ്രാപിച്ചത് അന്ത്യോക്യായി ചെന്നിട്ടാണ്. വിവരമില്ലാത്തവർ പറയുന്നതാണ്. മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം ഈ നാട്ടിൽ, ഈ നാടിന്റെ സ്വത്താണ്. ആ വിധത്തിൽ വളർന്നു വന്ന ഒരു സ്ഥാനമാണ്. ഓരോ കാലഘട്ടത്തിലും അതിനെതിരെ കോളനിവൽക്കരണത്തിന്റെ പ്രക്രിയയിലൂടെ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇവിടെ പരാമർശിച്ചതുപോലെ 1653 ഒരു കയർ കിട്ടിയപ്പോൾ 2 ഓപ്ഷനാണ് ഇതിനെ സൂചിപ്പിച്ച്. എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. ഒന്നുകിൽ മലങ്കര സഭയ്ക്ക് തൂങ്ങിച്ചാകാം, കംപ്ലീറ്റ് റോമാനുഗത്തിന്റെ അടിമത്തത്തിൽ പോകാം, അല്ലെങ്കിൽ പ്രതികരിക്കാം. ആ പ്രതികരിച്ച മക്കളുടെ തലമുറകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് എന്നേ ഇല്ലാതായി പോയിട്ട് ഇവിടെ റോമാസഭ, ഇവിടെ ആംഗ്ലിക്കൻ സഭ, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അന്ത്യോക്യൻ സഭ, ഇങ്ങനെ കുറെ പ്രസ്ഥാനങ്ങളായിട്ട് ഇത് മാറുമായിരുന്നു. എന്നാൽ നാം ധൈര്യത്തോടെ, ശക്തിയോടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയായിട്ട്, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചായിട്ട് നാം നിലനിൽക്കുകയാണ്. ചിലർക്ക് മനപ്രയാസമുണ്ട്. അപ്പൊ നിങ്ങൾ മലങ്കര ഓർത്തഡോക്സ് സഭയാണോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയാണോ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അർമേനിയൻ അപ്പോസ്തോലിക് ചർച്ചിനെ അവർ ഷോർട്ടൻ ചെയ്ത് പറയുമ്പോൾ അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയും. ഓരോ നേഷനും അതിന്റെ ഓർത്തഡോക്സ് സഭയുണ്ട്. അതുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ഇന്ത്യൻ ഓർത്തഡോക്സി എന്ന് വിളിക്കുന്നത്. അതിൽ ആർക്കും ഒരു മനപ്രയാസവും വേണ്ട. അതിന്റെ ഓരോ കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ആംഗ്ലിക്കൻ വൽക്കരിക്കുവാൻ നോക്കി. ഇനി ഓർത്തഡോക്സ് വേണ്ട, നമ്മുടെ സ്വന്തം ആളുകൾ ഇതിനെ ഒറ്റിക്കൊടുക്കുവാൻ നോക്കി. ഒരു മലങ്കര മെത്രാപ്പൊലീത്ത പമ്പാ നദി കടക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് അക്കാലത്ത് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഉപദ്രവിക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ടാക്കി. അപ്പോൾ അതിന്റെ ആ വഴിയിലൂടെ നെഞ്ചുയർന്ന പിതാക്കന്മാരാണ് നമുക്കുള്ളത്. അത് 1-ാം മാർത്തോമാ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അർക്കദിയോക്കന്മാരുടെ ചരിത്രം, അവര് കൊടുത്ത നേതൃത്വം, തുടർന്നുള്ള മാർത്തോമാ മെത്രാന്മാർ, പുത്തങ്കാവ് അവരടങ്ങിയിരിക്കുന്ന 6-ാം മാർത്തോമയുടെ കാലഘട്ടം വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കി. 5-ാം മാർത്തോമയുടെ കാലത്താണ് ഇതിനു വേണ്ടി പറഞ്ഞാൽ ഇതുപോലെ തുറങ്കല്ലിൽ അടച്ചു. ഇവിടെ നിന്നൊക്കെ നമ്മുടെ ജനത, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, അവർക്കുള്ള സ്വർണമൊക്കെ ഊരിക്കൊടുത്തിട്ടും കടം വീട്ടി ട്രാപ്പിൽ ആക്കിയ മലങ്കര മെത്രാപ്പൊലീത്തയെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നു. അതിന് നേതൃത്വം കൊടുത്ത പ്രദേശമാണ് പുത്തങ്കാവും വെൺമണിയും ഒക്കെ. തുടർന്നുള്ള കാലഘട്ടത്തിൽ സഭ പിളർന്നു പോകരുത് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് 6-ാം മാർത്തോമ വലിയ മാത്യു അന്നാസ്യോസ് അന്നത്തെ അന്ത്യോക്യയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരൊക്കെ അന്ത്യോക്യ എന്ന് പറഞ്ഞു. ഇവിടെ ഏതാണോ, എന്തിനാണോ ഇവിടെ മാർക്കറ്റ് ഉള്ളത് അതങ്ങ് പറഞ്ഞേക്കാണ്. അതിൽ നമ്മളോട് മര്യാദ കാണിച്ചിട്ടുള്ളത് 1665 അബ്ദുൽ ജലീൽ ബാവായും 1685 യൽദോമാ ബസേലിയോസ് ബാവായും ചെങ്ങന്നൂര് അവരടങ്ങിയിരിക്കുന്ന ഒക്കെയാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ല ലാഭമുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും അന്ത്യോക്യയുടെയും കിഴക്കേ കൊക്കയുടെയും പറഞ്ഞ് പോരുകയാണ്. അന്ത്യോക്യയുടെ കിഴക്കേ കൊക്ക റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കേ അതിർത്തിയാണ്.
അല്ലാതെ റോമ സാമ്രാജ്യത്തിന് അപ്പുറത്ത് പേർഷ്യൻ സാമ്രാജ്യം, അതിന് തുടർന്ന് ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ, അവിടെ ഒന്നും അതല്ല. ഈ കിഴക്കെ ഒക്കെ തെറ്റിദ്ധാരണയാണ്. അത് ആരൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ അധീശത്വം കാണിക്കുവാൻ ഇന്നും ശ്രമിക്കുകയാണ്. ഒന്നെങ്കിൽ അറിയാത്ത അല്ലെങ്കിൽ അറിവില്ല എന്ന് നടിക്കുന്നവർ അതിനെ ഒത്താശ പാടുന്ന ഒരു കാലഘട്ടമാണ് നാം കാണുന്നത്. എന്നിട്ടാണ് എഴുതി കൊടുത്ത വാർത്തകൾ പലതും വായിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെ കാലത്ത് നവീകരണം എന്ന പേരിൽ ഒരു വലിയ വേദവിപരീതം ഉണ്ടായപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സുറിയാനി സഭയെ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്നവൾ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയാണ്. ആ കാലത്താണ് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന് രാജകീയ വിളംബരം ആദ്യം ഉണ്ടാകുന്നത്. തുടർന്ന് പുന്നത്ര മാർജിവന്നാസ്യൂസും ചേപ്പാട്ട് മാർജിവന്നാസ്യൂസും ഒക്കെ ഇവിടുത്തെ മലങ്കര മെത്രാപ്പൊലീത്ത എന്ന് രാജകീയ വിളംബരം ലഭിച്ചിട്ടുള്ളവരായിരുന്നു. തുടർന്നുണ്ടായ ഒരു വലിയ പ്രതിസന്ധി, ഒരു കള്ള നാണയം ആ സ്ഥാനത്ത് വന്നപ്പോൾ, അതും നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ അടുത്തൊക്കെ തന്നെയാണ് വന്നപ്പോൾ, അതിനെ പ്രതിരോധിക്കേണ്ടി വന്നപ്പോഴാണ് നാം അന്ത്യോക്യ അങ്ങനെയാണെങ്കിൽ ഒരേ വിശ്വാസമാണല്ലോ, സുറിയാനി ആണല്ലോ. കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ പറയാം, സുറിയാനി നമ്മെ പഠിപ്പിച്ച അന്ത്യോക്യം പാത്രികീസുമാരല്ല കേട്ടോ, തെറ്റിദ്ധാരണ വേണ്ട. ഈ സഭ മാർത്തോമാ ശ്ലീഹ മുതൽ അരമായ ഭാഷയാണ് ഈ സഭയുടെ ആരാധനാ ഭാഷ. നമ്മൾ സുറിയാനിക്കാരായതുകൊണ്ടാണ് സുറിയാനി സഭയിൽ ഇതേ വിശ്വാസമുള്ളവരുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടത്. അല്ല, നമ്മൾ സുറിയാനി അറിയാത്തവരോ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ എന്തിനാ, ചിലരൊക്കെ അറിവില്ലാണ്ട് ചിലപ്പോൾ പറയും, എന്തിനാ ഈ മലങ്കര സുറിയാനി സഭ എന്ന് പറയണേ? ഇതിനാ സുറിയാനി സഭ എന്ന് പറയാനുള്ള റൈറ്റ് ഉള്ളത്. ഇപ്പൊ സുറിയാനി സഭ എന്ന് പറയുന്നവനും സുറിയാനി അറിയില്ല. അത് നല്ല ഒന്നാന്തര അറബിയാണ് സംസാരിക്കുന്നത്. ഞാൻ കാണാത്ത ദേശമല്ല സിറിയയിൽ അന്ത്യോക്യാണ്. അന്ത്യോക്യപ്പോ തുലിക്കില്ല, എന്താണ് തുർക്കിയില്ല, അവിടെ ഒന്നുമില്ല. അവിടെ സുറിയാനി പറഞ്ഞാൽ അടിപാർസലായിട്ട് പറയാൻ ആരുമില്ല. പുസ്തകം നോക്കി വായിക്കുക, അതായത് ഭംഗിയായിട്ട് നമ്മൾ പൈസമാരി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുറിയാനി സഭ പറയുന്നതിനുള്ള അവകാശം മലങ്കര സുറിയാനി സഭയ്ക്കാണുള്ളത്. അത് നാം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നത്. ആരും നമുക്ക് എടുത്തു തന്നതല്ല. ഇവിടെ സുറിയാനി പഠിപ്പിച്ചത് അന്ത്യോക്യം പാത്രികീസുമാരല്ല. അത് നാം ഓർത്തിരിക്കുന്നു. ചുരുക്കത്തിൽ അതേ തുടർന്നുള്ള ഒരു കാലഘട്ടത്തിൽ അഞ്ചാമൻ തിരുമേനിയും ആറാമൻ തിരുമേനിയും, അഥവാ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയുമാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അന്ത്യോക്യയുടെ പട്ടം സ്വീകരിക്കേണ്ടി വന്നത്. അത് ഇവിടുത്തെ ഒരു വേദവിപരീതത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി. എന്നാൽ അത് കണ്ടുപോടാനായിട്ട് നമ്മെ സ്ഥിരമായി അടിമത്വത്തിൽ തളയ്ക്കാമെന്ന് ഒരു അബ്ദുള്ള പാത്രീസ് ചിന്തിക്കുകയാണ്. അതിനെല്ലാം വളമിട്ട് കൊടുത്ത് വളർത്തിയത് അതത് കാലത്തെ വിഘടന്മാരാണ്, അസ്തിത്വമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അന്ന് മുതൽ തന്നെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2013 തുടങ്ങിയതാണ് ആദ്യത്തെ സമുദായ കേസ്. അതത് കാലത്ത് നിനക്ക് അസ്തിത്വമില്ല, മലങ്കരയിൽ നിന്ന് മാറി നിനക്ക് ഒരു അസ്തിത്വമില്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 58-ലെയും 95-ലെയും 2017-ലും ഒക്കെ വിധി അത് അരക്കിട്ടുറപ്പിച്ചതാണ്. ഇല്ലാത്ത അസ്തിത്വം ഒരു നാസ്തികന് എന്തെങ്കിലുമൊക്കെ ചിലത് സൂത്രങ്ങൾ കാണിച്ചാൽ ആ അസ്തിത്വം തിരിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത വൈകല്യമുള്ളതാണ്. ആ ചിന്തയൊന്നും മലങ്കര സഭ സ്വീകരിക്കില്ല. ഞാൻ നിയന്ത്രിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് മലങ്കര മെത്രാപ്പൊലീത്ത കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാനിടയാണ്. ആർക്കാണ് ഇവിടെ മലങ്കര സഭയെ നയിക്കുവാനുള്ള അവകാശമുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. എറണാകുളം ജില്ലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട എന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ മാത്രമല്ല സഭ. ഇത് തിരുവിതാംകൂറിൽ നിന്ന് ബത്തേരി വരെ മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടും
30 ഭദ്രാസനങ്ങളിൽ അതിമനോഹരമായി ഭരിക്കപ്പെടുന്ന നല്ലൊരു ലോക്കോമോട്ടീവിന്റെ പുറകിൽ അനുസരണമുള്ള കമ്പാർട്ട്മെന്റുകളായി പോകുന്ന നല്ലൊരു തിരുമേനിയോട് പറഞ്ഞുള്ള വന്ദേ ഭാരത്, നല്ലൊരു വന്ദേ ഭാരതായിട്ടാണ് ഈ സഭ മുന്നോട്ട് ചലിക്കുന്നത്. ഇത് ഒറ്റക്കെട്ടാണ്, ഒറ്റ ശക്തിയാണ്. ആരൊക്കെ എന്തൊക്കെ ഞങ്ങളെയൊക്കെ ഇഷ്ടം പോലെയാണ്. ഇനി ഞാൻ വൈകിട്ട് മുതൽ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും ഇഷ്ടം പോലെ. എനിക്ക് എനിക്ക് അഭിനന്ദനായ തീമോത്തിയോസ് എനിക്ക് ഇഷ്ടം പോലെ ഈ എന്താ പറയാ സോഷ്യൽ മീഡിയ പരിപാടികളിലൊന്നും നമ്മൾ ആരും തളരൂല. എനിക്ക് അവസാനം പറയാനുള്ള ഇതാണ്, ഇവിടെ കോടതികളും കേസ് രജിസ്റ്ററുകളും ഉണ്ട്. നോക്കൂ, ഞാൻ 2 വാക്ക് എടുത്തു പറയുകയാണ്. ക്രിമിനൽ ഒഫൻസുകൾ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയാണോ? പേരെന്താണ് ഇപ്പോഴും അറിയാത്ത, ഇടയ്ക്ക് യാക്കോബായ പറയും, യാക്കോബായ ഓർത്തഡോക്സ് എന്ന് പറയും. ഓർത്തഡോക്സ് കേട്ടാൽ കലിപ്പായിരുന്നു, ഇപ്പൊ വീണ്ടും ഓർത്തഡോക്സ്, ആഗമാന ഓർത്തഡോക്സ് പറയും. നീ ആദ്യം അത് പേരെന്താണെന്ന് തിരിഞ്ഞു. ഈ 2 സഭകളിൽ എനിക്ക് അത് പേര് പറയാൻ പോലും ലജ്ജയാണ്. കാരണം ആദ്യമത്തിൽ ഒരു അലങ്കാരമായി കഴുത്തിലിട്ടിട്ട് സ്തുതി പാടുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയാണ്, ഞങ്ങളുടെ ഗുരുവാണ് ബാവാതിരുമേനി. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിന് അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ കൈത്താനും തയ്യാറാണ്. പക്ഷെ സ്ഥാനനായേന ഞങ്ങൾക്ക് കൈസ്കൂലി തരികയാണ്. അങ്ങനെയാണ്. കാരണം എന്താണ്? ഒരേ സുന്നഹദോസിന്റെ ഭാഗമാണ്. അതിലെ പ്രധാന മേൽപ്പട്ടക്കാരനാണ് കാതോലിക്ക ബാവാതിരുമേനി. ഒരു കൂട്ടർ കണ്ടു, അങ്ങ് കിടന്ന് മുത്തി സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ട് അങ്ങ് കുനിഞ്ഞു കൊടുക്കാണ്. കാരണം എന്താ? അടിമയ്ക്ക് കുനിയണം, അടിമയ്ക്ക് യജമാനന്റെ മുന്നിൽ കുനിയണം. മലങ്കര സഭയുടെ അടിമയല്ല, മാർത്തോമാശ്ലീഹായുടെ മക്കളാണ് നമ്മൾ. മാർത്തോമാശ്ലീഹായുടെ കാണപ്പെടുന്ന ഇന്നത്തെ രൂപമാണ് ആ സിംഹാസനത്തിൽ. അത് ആരൂഢനായിരിക്കുന്നതെന്ന് തന്നെ പറയുന്നത്. കാരണം മാർത്തോമാശ്ലീഹായുടെ പിൻഗാമിയാണ്, അതുകൊണ്ടാണ് ആരൂഢനാകുന്നത്. അത് കഴിഞ്ഞ് അവസാനം പറയുന്നത് ദൈവകൃപയാൽ ബലഹീനനായെന്ന് തന്നെയാണ്. നമ്മുടെ ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ക്രിമിനൽ ഒഫൻസസ്. ഏത് കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുകൾ എന്ന് ഇവിടുത്തെ പോലീസ് രജിസ്റ്ററുകൾ നോക്കി അറിയാം. സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല. രണ്ടാമത്തെ ഒന്ന്, ഓർത്തഡോക്സ് അച്ഛന്മാരുടെ സെക്ഷൽ ഒഫൻസ്. സെക്ഷൽ ഒഫൻസിൽ ബിരുദാനന്തര ബിരുദം കിട്ടിയതിന്റെ എന്താണ് സുവർണ ജൂബിലിയാണ് ഇപ്പോൾ നടക്കുന്നത്. സെക്ഷൽ ഒഫൻസിൽ ബിരുദാനന്തര ബിരുദം ഉള്ളത് കൊണ്ട് അന്ന് മാത്രമല്ല മറ്റ് അക്കാദമിയുടെ ബിരുദം 4ാം ക്ലാസ്. അപ്പൊ 4ാം ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടയനാലച്ചൻ പണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ട്. അദ്ദേഹം സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ തോറ്റപ്പോ ഒരു കൊല്ലം കൂടി ഇരുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തി. അങ്ങനെയാണ് 4ാം ക്ലാസ് ആയത്. 4ാം ക്ലാസ്സുകാരനെ അല്ല, ഉന്നത ഡിഗ്രികളുള്ളവരെയാണ് മലങ്കര സഭാക്കാലത്ത് തെരഞ്ഞെടുത്ത അഭിനന്ദനായ തേവൂസ് തിരുമേനി, സമാരാധനായ സേവൂസ് തിരുമേനി അവരുടെ കൂട്ടത്തിൽ നിർത്താൻ നമ്മുടെ കാലം ചെയ്ത ദിദിമോസ് തിരുമേനി, പിന്നെ പൗലോസ് മാർ തിരുമേനി, ഗീവർഗീസ് മറസ്താത്യോസ് തിരുമേനി അവരുടെ കൂട്ടത്തിൽ കയറാണത്തിലാണ് കണ്ടപ്പോൾ അന്ത്യോക്യ മലങ്കര വീണ്ടും വിളിച്ചു. ആ അടിമയത്തിന്റെ, ആ വഞ്ചനയുടെ സുവർണ ജൂബിലിയാണ് ചിലരൊക്കെ ആഘോഷിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുന്നതോ നമ്മുടെ പിതാവിന്റെ ഓർമ്മയാണ്. 1950 ഓർമ്മയാണ്. അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കില്ല. അതിനെതിരെ ഒരു അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എന്തെങ്കിലും അണ്ടർ ദ ടേബിൾ കരാറുകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കുകയില്ല, തമ്പുരാൻ നടക്കുകയില്ല, ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ പേടിക്കേണ്ട എന്ന് പരിശുദ്ധ ബാവാതി മനസ്സുകൊണ്ട് പറഞ്ഞ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. ചെറിയ ആത്മകൂട്ടം എന്തിനു ഭയപ്പെടുന്നു? അതുകൊണ്ട് യാതൊരു ഭയവും മലങ്കര സഭയ്ക്കില്ല. ഇത് ആചന്ദ്രകാലത്തോളം എത്ര നാൾ ഈ ലോകത്ത് സഭയുണ്ടോ? ഇനിയും എന്തൊക്കെ
വൈദേശിക അധിനിവേശങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമോ? അതിലൊന്നും മലങ്കര സഭ പേടിക്കുകയില്ല. 1064 സൂത്രം കാണിച്ച് 1662 സുപ്രീം കോടതി പറഞ്ഞു 1662 മലങ്കര സഭയുടെയാണ്. ഒന്നുകൂടെ പറയുകയാണ്, മലങ്കര സഭ സംയമനം പാലിക്കുന്നത് കൊണ്ടാണ് പല പള്ളികളും നിങ്ങളിപ്പോൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തമല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ കോടതി അതിന്റെ പൂർണ്ണ രൂപത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ വിട്ടുകൊടുക്കുക മാർഗമില്ല. നിങ്ങൾ പിടിച്ചടക്കുന്നില്ല ആരും. നിങ്ങൾക്ക് മലങ്കര സഭയുടെ ഭാഗമായിട്ട് മാർത്തോമാസികയുടെ മക്കളായിട്ട് അടിമകൃപം വലിച്ചെറിഞ്ഞുകൊണ്ട് വരാമെങ്കിൽ ഈ 1664 പള്ളികളിലും നിങ്ങൾക്ക് ആരാധന നടത്താം. തോളോട് ചേർന്ന് ഒന്നിച്ചു നിന്ന് ആരാധന നടത്താം. ഈ പാവം പാത്രീസ് പാവായ ഒരു വഴി തെറ്റിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ 4 പേര് ചുറ്റും നിന്ന് സ്തുതി പാടുമ്പോൾ അദ്ദേഹത്തിന്റെ വിചാരം ഇവരെ ഉണ്ടെങ്കിലാണ് ഞാൻ നിലനിൽക്കുന്നതെന്നാണ്. തെറ്റ് തിരുത്തി വരാമെങ്കിൽ 203/70 വേദവിപരീത കൽപ്പന പിൻവലിച്ച് മലങ്കര സഭയോട് മാർത്തോമാസികയോട് മാപ്പ് പറയാമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ പോംവഴി. വേറെ ഒരു പോംവഴിയുമില്ല, വേറെ ഒരു ചർച്ചയുമില്ല. മാർത്തോമാസികയെ അറിയാമെന്ന് പറയുകയും അത് ഈ ശിഷ്യഗണത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ മലങ്കര മെത്രാപ്പോലീത്തായുടെ പൗരസ്ത്യ കാതോലിക്കായുടെ വലിയ നേതൃത്വത്തിലുള്ള മലങ്കര സഭയുടെ സഹോദര സഭയായിട്ട് ഇന്ന് ഒന്നുമില്ലാത്ത, എങ്ങനെ കാണാനില്ലാത്ത മെത്രാന്മാർ മാത്രമാണ്. ഞാൻ ദുഃഖത്തോടെയാണ് പറയുന്നത്, എനിക്കറിയാത്ത സ്ഥലങ്ങളല്ല. മെത്രാന്മാർ മാത്രമുള്ള സഭയാണ് ഇപ്പോൾ അന്ത്യോക്യ സുറിയാനി സഭ. പിന്നെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള കുറച്ച് ഭദ്രാസനങ്ങളും ആളുകളും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കും. ഞാൻ 2 വാക്കുകൾ ചുരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 മിനിറ്റിലേക്ക് ക്ഷമിക്കും. പ്രത്യേക കടപ്പാട് അറിയിക്കട്ടെ. നാം കൃത്യസമയത്ത്